എല്ലാവർക്കും ക്യുസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ എണ്ണയിൽ ചാലിച്ച് കൂട്ടാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. കടലപ്പരിപ്പ് 1 കപ്പ്, ഉരുഡ് ഡാൽ 1 കപ്പ്, പച്ചരി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, വൈറ്റ് സെസാമെ സീഡ് 1 ടേബിൾ സ്പൂൺ, പിരിയൻ മുളക് 10-15 എണ്ണം, നാടൻ മുളക് ഉണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. ആവശ്യത്തിന് കരിവേപ്പില, അതുപോലെ കായവും നമ്മൾ എടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പും ചേർക്കാവുന്നതാണ്. ഈ ഒരു ചട്നി പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ആദ്യം പാൻ ചൂടാൻ വെക്കുക. അതിനുശേഷം ഉരുഡ് ഡാൽ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കുറച്ച് നേരം എടുത്ത് ഇളക്കിയൊന്ന് വറുത്തെടുക്കുക. ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം മീഡിയം തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെടുത്ത് ആറാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ കടലപ്പരിപ്പും കൂടെ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇനി ഇതും വറുത്തെടുത്ത് മാറ്റി വെക്കുക. വറ്റൽ മുളക് ഇതുപോലെ പെട്ടെന്നൊന്ന് ചൂടാക്കുകയാണ്. അതിനുശേഷം ഇതും നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമ്മൾ മീഡിയം ഹീറ്റിലാണ് ചെയ്തത്. ഇനി നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫാക്കി സെസാമെ സീഡും അതുപോലെ കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. ഇത് പാൻ്റെ ചൂടിൽ പെട്ടെന്നൊന്ന് ചൂടായി വന്നാൽ മതി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കായവും മുളക് പൊടിയും കൂടെ ചൂട് പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം നല്ല എരിവുള്ള വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ആറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിനുള്ളിൽ കരിവേപ്പിലയും കൂടെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമ്മളിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഏറ്റവും ആദ്യം നമ്മളിവിടെ വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ചട്നി പൗഡർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചാലിച്ച് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ കൂട്ടുകയാണെങ്കിൽ ഇത് വേറൊരു ലെവലാണ്. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.